എന്റെ പേര് രഹന. ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം എനിക്കും കിട്ടി. എന്താണെന്നല്ലേ, ഒരു മൊബൈല്. പക്ഷേ അതെന്റെ ജീവിതം തന്നെ മാറ്റിമറിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്നത് മരണത്തിന്റെയും ജീവിതത്തിന്റെയും ഇടയിലാ. എനിക്കൊരു ഉത്തരം വേണം. അത് നിങ്ങളുടെ കയ്യിലാ. മോളുടെ ഡാൻസും പാട്ടൊക്കെ ഞാൻ കാണാറുണ്ട്. നല്ല രസമുണ്ട്. എനിക്കുറപ്പാ മോള് ഉയരങ്ങളിലെത്തും. പൂവേ എൻ വാഴ്വിൽ വീണ്ടും എനയേன்ற തായേ കണ്ണോടെ ഇമയായി സുഖமான സുമയായി ഇരു കൈയിൽ ஏந்தி தாலாட்டுவேனே காற்றோடு தலை கோதி நதியோடு தவழ்ந்து உயிரோடு உயிராக உறவாடும் அழகே பனியோடு விளையாடி மலரூஞ்சலாடி தரை வந்து தமிழ் பேசும் இரு கால் வெண்ணிலவே சிறகாக உன்னை நான் ஏந்தி செல்வேன் சினுங்காமல் உன்னை நான் பார்த்து கொள்வேன் ஒரு கோடி இன்பங்கள் உன்னை பார்த்த நொடியில் நான் வாழும் நாள் மட்டும் நீ எந்த மடியில் உன்னை ஈன்ற பொழுதிங்கு கடவுள் தன் முகம் பார்த்த பொழுது പാദം തൊഴുത്. ജീവിതത്തിൽ ഒരുപാട് സന്തോഷം അനുഭവിച്ച നാളുകൾ, അഭിനന്ദനങ്ങളും ആശംസകളും കൊണ്ട് മൂടിയ സുവർണ നിമിഷങ്ങൾ. പക്ഷേ ആ സന്തോഷങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ട് എനിക്കെതിരെ ആദ്യ കമന്റ് വന്നു. ഇത്ര ചെറുപ്പത്തിൽ ഇതൊക്കെ വേണോടി മോളെ? നിന്റെ വീട്ടിൽ ചോദിക്കാനും പറയാനൊന്നും ആരുമില്ലേ? അവളുടെ ഒരു അഴിഞ്ഞാട്ടം. മുന്നേ ആരാൻ പോണേ തീയാട്ടാൻ കോമരം പിൻപേ ഞാനേ തന്നെ കണ്ടാരങ്കാവേൽ ചേരുന്നേ കണ്ണീരിക്കൊണ്ടേ കൊള്ളും മുന്നേ ദിവസേന അത്തരം പ്രതികരണങ്ങളുടെ തോത് കൂടിക്കൂടി വന്നു. മുന്നോട്ട് പോവാനുള്ള എന്റെ മനോധൈര്യത്തെ അവ വലിഞ്ഞു മുറുക്കി. താങ്ങും തണലുമായി കൂടെ നിന്ന് എന്റെ കുടുംബത്തെ ഒന്നാകെ അവ മൃഗീയമായി വിഴുങ്ങാൻ തുടങ്ങി. നിങ്ങളൊന്ന് പറഞ്ഞതാ, അതിനു മാത്രം എന്ത് തെറ്റാ ഞാൻ ചെയ്തത്? എന്നെ സോഷ്യൽ മീഡിയയിലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു കയറിയപ്പോ നിങ്ങൾക്ക് എന്ത് കിട്ടി? ഞാൻ ജീവിക്കണോ അതോ മരിക്കണോ? ഞാൻ തോറ്റുകൊടുക്കില്ല. സൈബർ ബുള്ളിംഗ് നേരിടുന്നവർക്ക് പുതുജീവൻ നൽകാൻ, പുറകെ വരുന്ന 1000 പേർക്ക് മനോധൈര്യം പകരാൻ, നിങ്ങൾ തൊടുക്കുന്ന അമ്പുകളെ വകഞ്ഞു മാറ്റി എനിക്ക് മുന്നോട്ട് പോയേ പറ്റൂ. ഞാൻ ജീവിക്കും. ഇതെന്റെ വാക്കാണ്. உலகம் கழுவினாலும் நடுத்தெருவில்